അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20 വ്യാഴാഴ്ച. രാഷ്ട്രീയ യജമാനന്മാർക്കു വേണ്ടി ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേരളത്തിലും സമാന സ്ഥിതിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC കരട് റെഗുലേഷനെതിരെ BJP ഇതര സംസ്ഥാനങ്ങളെ അണിനിരത്തി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UGC കരട് നിർദ്ദേശങ്ങൾ ഫെഡറലിസത്തെ തകർക്കുന്നതാണെന്നും സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് UGCയുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UGC കരട് നിർദ്ദേശങ്ങളിലെ VC നിയമന നിർദ്ദേശങ്ങളോടാണ് പ്രധാന എതിർപ്പെന്നും കരട് നിർദ്ദേശം ആരെയും VC ആക്കാൻ ചാൻസലർക്ക് അധികാരം നൽകുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UGC കരട് റെഗുലേഷനെതിരെ കൺവെൻഷൻ സംഘടിപ്പിച്ചതിനെ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണെന്നും UGC ഭരണഘടനയ്ക്കുള്ളിൽ നിന്നായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരുകൾ സർവകലാശാലകളെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയുമാണ് വേണ്ടതെന്നും നിയന്ത്രിക്കുകയല്ല വേണ്ടതെന്നും അക്കാഡമിക് സമൂഹമാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ടതെന്നും UGC കരട് നിർദ്ദേശങ്ങൾക്കെതിരെ നിയമപരമായും ഭരണഘടനാപരമായും നീങ്ങണമെന്നും കൺവെൻഷനിൽ സംസാരിക്കവെ സതീശൻ പറഞ്ഞു. ആശാവർക്കർമാർ നടത്തുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിനെതിരായ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിലേക്ക് മാറ്റി. പൊതുഗതാഗതവും കാൽനട സഞ്ചാരവും തടസ്സപ്പെടുത്തിയുള്ള പ്രതിഷേധം കോടതിയലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം സ്വദേശി സമർപ്പിച്ച ഹർജിയാണ് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വന്നത്. ആശാവർക്കർമാരുടെ സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെ എതിർകക്ഷികളാക്കിയായിരുന്നു ഹൈക്കോടതിയിലെ ഹർജി. 12ാം ദിവസത്തിലേക്ക് കടന്ന സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആശാവർക്കർമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമമായി പ്രതിഷേധിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാവർക്കർമാരെ ഉൾപ്പെടുത്തിയ മഹാസംഗമം ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു. വേതന കുടിശ്ശിക മാത്രമല്ല, മറ്റ് ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കുകയുള്ളൂവെന്നുമാണ് ആശാവർക്കർമാരുടെ നിലപാട്. SFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യവെ SFIക്ക് തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഉപദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിങ്ങൾ ഇപ്പോൾ തുടർന്നു പോകുന്ന രീതിയിൽ സംശുദ്ധമായ രീതികൾ തുടരുകയെന്നും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെയെന്നും തെറ്റിനെതിരെ നല്ല തോതിൽ പടപൊരുതുന്ന നില സ്വീകരിക്കണമെന്നും അങ്ങനെ SFIയുടെ പ്രത്യേകത കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നും നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ CPI ആസ്ഥാനത്ത് പോയി അവരെ പിണറായി അപമാനിച്ചുവെന്നും സാധാരണ AKG സെന്ററിൽ വിളിച്ചുവരുത്തിയാണ് അപമാനിക്കാറെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ നിർദ്ദേശം. പ്രതിവർഷ തുക 5 ലക്ഷത്തിൽ നിന്നും 11.31 ലക്ഷമാക്കാൻ പൊതുഭരണവകുപ്പ് ധനവകുപ്പിനെ ശുപാർശ നൽകി. നേരത്തെ KV തോമസിനെ യാത്രാബത്തയായി പ്രതിവർഷം 5 ലക്ഷം രൂപയായിരുന്നു തുക അനുവദിച്ചിരുന്നത്. എന്നാൽ യാത്രാ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുക 6.31 ലക്ഷമാണെന്നും അതുകൊണ്ട് യാത്രാബത്ത കൂട്ടണമെന്നുമായിരുന്നു ആവശ്യം. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെ മതവിദ്വേഷ പരാമർശം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി പരാമർശിച്ചു. നിലവിൽ പരമാവധി 3 വർഷം വരെ തടവ് മാത്രമാണ് ശിക്ഷയെന്നും പുതിയ ക്രിമിനൽ നിയമത്തിലും ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനകൾക്കായി ജലവിഭവ വകുപ്പിനുള്ള 10 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സ്പീഡ് ബോട്ട് തേക്കടിയിലെത്തി. ബോട്ട് വെള്ളിയാഴ്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷണത്തിനും പരിശോധനകൾക്കുമായി മുൻപ് ഒരു സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു. അത് തകരാറിലായതിനെ തുടർന്ന് മറ്റു വകുപ്പുകളുടെ ബോട്ടിലും ജീപ്പിലുമാണ് ഉദ്യോഗസ്ഥർ അണക്കെട്ടിലെത്തിയിരുന്നത്.
കേരളത്തിൽ ഇനി 25 സെന്റിൽ കൂടുതലുള്ള കൃഷിഭൂമി വാണിജ്യാവശ്യത്തിനായി തരം മാറ്റുമ്പോൾ മൊത്തം ഭൂമിയുടെയും ന്യായവിലയുടെ 10% ഫീസായി നൽകണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. 25 സെന്റിന് ശേഷമുള്ള അധിക ഭൂമിക്ക് മാത്രം ഫീസ് നൽകിയാൽ മതിയെന്നുമുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കുത്തനെ കൂട്ടി സർക്കാർ ഉത്തരവിറക്കി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറുടെ ശമ്പളം 1,20,000 നിന്നും 1,50,000 രൂപയാക്കി ഉയർത്തി. സീനിയർ പ്ലീഡറുടെ ശമ്പളം 1,10,000 നിന്നും 1,40,000 രൂപയും പ്ലീഡർമാരുടേത് 1,00,000 നിന്നും 1,25,000 രൂപയുമാക്കി ഉയർത്തി. 3 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പളം കൂട്ടിയത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവർക്ക് മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റം. 2016 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്ന വിശകലനത്തെ തുടർന്നാണ് നടപടി. റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഗ്ലാസ് തകർന്ന സംഭവത്തിൽ ബസ് ഓടിച്ച മൂന്നാർ ഡിപ്പോയിലെ രാജേഷ് എന്ന ഡ്രൈവർക്ക് സസ്പെൻഷൻ. KSRTC വിജിലൻസ് തൊടുപുഴ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. ഗതാഗത മന്ത്രിയുടെ ഓഫീസ് നേരിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ബസ് സർവീസ് തുടങ്ങി. ഡ്രൈവറുടെ അശ്രദ്ധ കാരണമാണ് ചില്ല് പൊട്ടിയത് എന്ന് KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ പാർട്ടി പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത് മുസ്ലിം ലീഗ് ഉന്നതതല യോഗം മലപ്പുറത്ത് ചേർന്നു. തീരദേശത്തിന് ഭീഷണിയായ മണൽ ഖനനത്തിന് അനുമതി നൽകിയതിനെതിരെയും കലാലയങ്ങളിലെ ക്രൂരമായ റാഗിംഗിനെ അപലപിച്ചും യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. റാഗിംഗിൽ പ്രതികളാകുന്നത് SFI പ്രവർത്തകരാണെന്നും രക്ഷിതാക്കൾ കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കാൻ ഭയക്കുകയാണെന്നും പ്രമേയത്തിൽ പറഞ്ഞു. മസ്തകത്തിന് മുറിവേറ്റ അതിരപ്പിള്ളിയിലെ കാട്ടുകൊമ്പൻ ഇപ്പോഴും ക്ഷീണിതനാണെന്ന് ഡോക്ടർമാരുടെ സംഘം. ശ്വാസം പുറത്തുപോകുന്നത് മസ്തകത്തിലെ മുറിവിലൂടെയാണെന്നും തുമ്പിക്കൈയിലേക്കും മുറിവ് വ്യാപിച്ചതായും ഡോക്ടർമാർ പറഞ്ഞു. അണുബാധാ സാധ്യതയും തള്ളിക്കളയാനായിട്ടില്ല. അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിനെ സന്ദർശിച്ച് നടൻ മമ്മൂട്ടി. ദില്ലിയിൽ ചലച്ചിത്ര ചിത്രീകരണത്തിന് എത്തിയപ്പോഴാണ് ഉപരാഷ്ട്രപതിയെ മമ്മൂട്ടി വസതിയിലെത്തി സന്ദർശിച്ചത്. മോഹൻലാലും മമ്മൂട്ടിയും പ്രധാന വേഷത്തിൽ എത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗിനാണ് മമ്മൂട്ടി ദില്ലിയിൽ എത്തിയത്. ജോൺ ബ്രിട്ടാസ് MPയും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. നടൻ ബാലയ്ക്കെതിരെ വഞ്ചനാക്കുറ്റത്തിനും വ്യാജരേഖ ചമച്ചതിനും കേസെടുത്ത് പോലീസ്. മുൻ ഭാര്യ അമൃത സുരേഷിന്റെ പരാതിയിലാണ് ഈ മാസം 7-ന് കടവന്ത്ര പോലീസ് കേസെടുത്തത്. ഇരുവരും തമ്മിലുള്ള വിവാഹമോചന ഉടമ്പടിയിൽ അമൃതയുടെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടുവെന്നാണ് പരാതി. ട്രെയിനിനടിയിൽപ്പെട്ട് മലയാളി സ്റ്റേഷൻ മാസ്റ്റർക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം കീഴാഴൂർ സ്വദേശി അനുശേഖറാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. മധുര കല്ലിഗുഡി സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു. ചെങ്കോട്ട ഈറോഡ് ട്രെയിനിൽ ഓടിക്കയറാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം ഉണ്ടായത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. ഡൽഹി രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നഡ്ഡ അടക്കം കേന്ദ്രമന്ത്രിമാരും വിവിധ NDA മുഖ്യമന്ത്രിമാരും സന്നിഹിതരായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം പർവേഷ് വർമ്മ, ആശിഷ് സൂദ്, മഞ്ജീന്ദർ സിംഗ്, രവീന്ദ്ര ഇന്ദാർജ് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഷാലിമാർ ബാഗ് മണ്ഡലം പിടിച്ചെടുത്ത രേഖ ശർമ്മ. വരാനിരിക്കുന്ന ദേശീയദിന ആഘോഷങ്ങൾക്കായി എല്ലാ ഗവർണറേറ്റുകളിലുമായി 23 നിശ്ചിത സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുസുരക്ഷാ വിഭാഗത്തിലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ അലി അൽ ഉസ്താദ് അറിയിച്ചു. ഹജ്ജ് സീസണിനോടനുബന്ധിച്ച് ആഭ്യന്തര തീർത്ഥാടകർക്ക് പാക്കേജുകൾ അവതരിപ്പിച്ച് ഹജ്ജ് ഉംറ മന്ത്രാലയം. സൌദി പൌരന്മാർക്കും പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർക്കുമാണ് ഇത് ലഭ്യമാകുക. വ്യത്യസ്തമായ നിരക്കുകളിലുള്ള 4 പാക്കേജുകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥാടകർക്ക് നിരക്കുകളും മുൻഗണനകളും അനുസരിച്ച്
അവർക്കാവശ്യമുള്ള പാക്കേജുകൾ സ്വീകരിക്കാം. യുഎസിന്റെ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് നയലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമായി കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് തിരുവ പ്രഖ്യാപിക്കാനൊരുങ്ങി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാറുകൾ, ചിപ്പുകൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്ക് അടുത്ത മാസമോ അതിനു മുൻപോ പുതിയ നികുതികൾ നടപ്പിലാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യയ്ക്ക് തിരുവകളിൽ ഇളവ് നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാൻ നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഫെഡറൽ അപ്പീൽ കോടതി തള്ളി. ഉത്തരവ് ഭരണഘടനയുടെ ലംഘനമാണെന്ന് 9ാം സർക്യൂട്ട് അപ്പീൽസ് കോടതിയുടെ 3-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. നേരത്തെ കീഴ്ക്കോടതി തള്ളിയ വിധിക്കെതിരെയാണ് വൈറ്റ് ഹൌസ് അപ്പീൽ കോടതിയെ സമീപിച്ചത്. വീണ്ടും റെക്കോർഡ് കുതിപ്പുമായി സ്വർണ്ണവില. ഇന്ന് 280 രൂപ പവന് വർദ്ധിച്ചതോടെയാണ് 64,560 രൂപയായി സ്വർണ്ണവില ഉയർന്നത്. ഗ്രാമിന് 35 രൂപയാണ് വർദ്ധിച്ചത്. 8,070 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഫെബ്രുവരി 11 ഒരു പവന് രേഖപ്പെടുത്തിയ 64,480 രൂപയായിരുന്നു എക്കാലത്തെയും ഉയർന്ന സ്വർണ്ണവില. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.